വലിയ പ്രതീക്ഷയോടുകൂടി നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി UK പോവുകയായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ തീരാത്ത വേദനയും ദുഃഖവുമാണ് തളം കെട്ടി നിൽക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വളരെ ഫലപ്രദമായ വിധത്തിൽ നടത്തും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര അന്വേഷണ വിഭാഗത്തിൽപ്പെട്ടവരും വരുന്നുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ അപകടത്തിന് ഇടയാക്കിയ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയണം. വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് ഇപ്പോൾ തകർന്നത്. അപ്പം അപകടത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഇത് ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യം, ടാറ്റ കമ്പനി അവരുടേതായ ചില നഷ്ടപരിഹാരം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചികിത്സാ ചെലവുകൾ മുഴുവൻ വഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും നഷ്ടപരിഹാരം സംബന്ധിച്ചോ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചോ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അത് താമസിയാതെ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു വല്ലാത്ത ഒരു അശ്രദ്ധ കൊണ്ട് അങ്ങനെ എന്താ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് പോരുന്ന ഒരു ദുരന്തം സംഭവിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയേണ്ടതൊക്കെ വൈദഗ്ധ്യം നമുക്കാർക്കുമില്ല. ആളുകളുടെ മനസ്സിലുള്ള സംശയമാണ് താങ്കൾ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുമ്പോഴേക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ സാങ്കേതിക കാര്യങ്ങൾ വെളിപ്പെടുന്ന വിധത്തിൽ ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ അവസാന നിമിഷം കൈമാറിയ സന്ദേശങ്ങളുടെ എല്ലാം വിവരങ്ങൾ ഈ ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാകും നമുക്കറിയാം. അതുകൊണ്ട് അന്വേഷണ ഫലം പുറത്തു വരട്ടെ, അതിനുശേഷം നമുക്കിതിനെക്കുറിച്ച് പറയാം. പിന്നെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നടക്കമുള്ള സഹായ പ്രഖ്യാപനങ്ങൾ, ധനസഹായ പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞിരിക്കുന്നത്.